ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം കണ്ടിട്ടുള്ളത് ആൻ്റണി. ആൻഡ് മൈ ഗോഡ്, നമ്മൾ ആൾക്കാർ പറയില്ലേ, എക്സ്പെക്റ്റേഷൻസ് കുറച്ചോ അത്ര മാത്രം നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആൻഡ് എക്സ്പെക്റ്റേഷൻസ് കൂടിയോ തീർന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും എക്സ്പെക്റ്റേഷൻസ് വല്ലാണ്ട് കുറച്ച് ഒരു എന്താ പറയുക, ആൾക്കാർ പറഞ്ഞ അവിടെ ഇവിടെ പറഞ്ഞ കേട്ട ഒരു സിനിമ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോവുകയും അത് കാണാനിടയാകുകയും ചെയ്തത്. അതും തൃശ്ശൂരല്ല, വയനാട് പോയി കണ്ടു. അതായത് തൃശ്ശൂരിൽ നിന്ന് അവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വയനാട് ട്രിപ്പ് പോയതാണ്. അപ്പോൾ ട്രിപ്പ് പോണ വഴി ലാസ്റ്റ് ഒരു സഡൻ ചേഞ്ച് വരുത്തിയിട്ട് അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ, സിനിമ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് പക്ക മാസ് ത്രില്ലർ സിനിമ. സെക്കൻഡ് ഹാഫ് ഈസ് എ ബിറ്റ് സ്ലോപ്പി. അവിടെ ഇവിടെ കണക്റ്റ് ആവാതെ എന്തൊക്കെയോ ചെയ്ത് പടം അവസാനിപ്പിച്ചു. അതായിരുന്നു ഈ ബേസിക്കൽ സിനിമ. ലീഡ് റോളിൽ വരുന്ന ആൾക്കാർ അറിയാലോ, നമ്മുടെ ജോയി ജോർജ്. ജോയി ജോർജൊക്കെ ഇതിൽ മാസ്. ഒരു ഗുണ്ട മുതലാളി ടൈപ്പ് റോളാണ് പുള്ളിക്കാരന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് ചേട്ടനൊക്കെ ഒരു പള്ളിയിലച്ചനായിട്ടാണ് റോള് പ്ലേ ചെയ്തിട്ടുള്ളത്. ആ റോളും അടിപൊളിയായിരുന്നു. ചില സമയത്ത് പുള്ളിക്കാരൻ്റെ ഓരോ കൗണ്ടറുകളുണ്ട്, അയ്യോ എൻ്റെ അച്ഛാ പൊന്നച്ച, അടിപൊളിയായിരുന്നു. പിന്നെ വിജയരാഘവൻ സാറുടെ ഒരു തരം ബ്ലൈൻഡ് മാൻ പോർട്രയൽ, ഒരു മാൻ വിത്തിൻ പവർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിരുന്നു. കണ്ണ് കാണാൻ വയ്യാത്തവരാണ്. നൈല ഹുഷൻ്റെ റോള് അത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. വലിയ യൂസ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു അത്. നടീനെ കുറ്റം പറയില്ല, ബട്ട് അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. അവസാനം അത് വരുമ്പോൾ ചെറിയൊരു ഇത് വരുന്നുള്ളൂ, അല്ലാണ്ട് വലിയതൊന്നുമില്ല. ഒരു ഹോം നേഴ്സ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ വിജയരാഘവൻ സാറിനെ. അപ്പോൾ എന്നിട്ട് പറയാം, മനസ്സിലായല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ ആശാശരത്ത് ഉണ്ടായിരുന്നു. ആശാശരത്തിൻ്റെ ചെറിയ റോളാണെങ്കിലും ഭയങ്കര ടച്ചിങ് റോളായിരുന്നു. അമ്മ എന്നൊരു രൂപത്തിൽ ഒരു കാസ്റ്റിലാണ് വന്നത്, കല്യാണ പ്രസിഡൻ്റ് അമ്മയായിട്ട്. പിന്നെ നമ്മുടെ ബിനു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ റോളും ചെറുതാണെങ്കിൽ നല്ല അടിപൊളി റോളായിരുന്നു. വേറെ എടുത്തു പറയേണ്ട കുറേ പേരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വേണ്ട ഒരു ഇതിലത്തെ വില്ലൻ വേറെ ആൾക്കാരെ വെച്ചിരുന്ന കുറച്ചും കൂടി ഭേദമാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ആട് 2 വന്ന ആളായിരുന്നു വില്ലനാണ്. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയത് ഏകദേശം ഫസ്റ്റ് ഡിസംബറിലാണ് ഇറങ്ങിയത്. ഞാൻ കാണുന്നത് 16-ാം തീയതി പോയി കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഏകദേശം തിയേറ്റർ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് ഒരു പർട്ടിക്കുലർ റോള്. അപ്പം ഞങ്ങളെല്ലാം ഓരോ മാസം വരുമ്പോഴും ചിരിയും കമൻ്റ് അടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം ഒന്നും കൂടി അവരുടെ ഒപ്പം പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പടം അല്ലെങ്കിൽ വേറെ പടം. അപ്പോൾ പരമാവധി ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോകാൻ ശ്രമിക്കുക, കാരണം അത്രമാത്രം എൻജോയബിൾ ആണ് സിനിമ. ഇപ്പോൾ നമ്മുടെ വരാനിരിക്കുന്ന നമ്മുടെ സലാറ് അത് പോയി കാണാമെന്നൊക്കെ എനിക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല സിനിമയ്ക്ക്. പക്ഷേ ഇവരുടെ ഒപ്പം പോയി കണ്ട കാരണം ഇവരുടെ ഒപ്പം പോയി കാണണം എന്നുണ്ടെങ്കിൽ എനിക്കുണ്ട്. ഇപ്പോൾ കൈയടിക്കാനുള്ള കുറേ രംഗങ്ങളൊക്കെ ത്രൂ ഔട്ട് ദ മൂവി ഉണ്ട്. എസ്പെഷ്യലി ഒരു പ്രിൻസിപ്പൽ, ഒരു കോളേജ് സീനൊക്കെ നല്ല മാസമാണ്. ജോയി ജോർജിൻ്റെ ആ ഒരു അഭിനയവും എല്ലാം ഭയങ്കര. പിന്നെ കല്യാണദർശനെ എടുത്തു പറയണം, പുള്ളിക്കാരി എല്ലാത്തിലും ഭയങ്കര ക്യൂട്ട് അഭിനയമാണെങ്കിൽ പോലും ഇതിൽ ചെറുതായിട്ടൊന്നൊരു പാത്തൊന്ന് ഡൈവേർട്ട് ചെയ്ത് ഒരു തരം ബോക്സിങ് ഇതിൽ പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊരു കഥയായിരുന്നില്ല ഇതിൽ വന്നപ്പോൾ. ഇതിലെ കഥ നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ ഹാറ്റ്സ് ഓഫ് ടു ഓൾ യുവർ എഫേർട്സ്, യു ആർ ഡൂയിങ് പ്രിറ്റി ഗ്രേറ്റ്. ഇതുപോലെ തന്നെ മൂവി ചെയ്തുകൊണ്ടിരിക്കുക, നല്ല നല്ല മൂവീസ്. ഇമോഷണൽ ആവുന്ന സമയത്ത് ഞങ്ങൾ ചിരിച്ചു പോയി കൂട്ടുകാർ, അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം. കാരണം പുള്ളിക്കാരുടെ ഇമോഷണൽ സീൻ കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആൾക്കാർ ഇമോഷണൽ ആകുമ്പോൾ നമുക്ക് ഓബ്വിയസ്ലി ചിരി വരും. അവരെന്ത് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ സീരിയസ്ലി എടുക്കില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി അറിഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരും ശരിയാവാനുണ്ട് കുറച്ചും കൂടി. അപ്പോൾ ചെയ്ത ആ ബോക്സിങ്ങിൻ്റെ എഫേർട്ടിന് എല്ലാത്തിനും നല്ലൊരു കയ്യടി എൻ്റെ ഭാഗത്തുനിന്ന്. ആൻഡ് ജോയി ചേട്ടാ, നിങ്ങൾ മാസമാണ്, പുള്ളിയാണ്. ചെമ്പിനോ എന്താണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ